ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ദി സ്റ്റൈലിഷ് മെൻ. ഞാനെന്നുള്ളത് ബുർജുമാൻ മാളിലാണ്. ഇവിടുത്തെ മാക്സിലും അതേപോലെ സെൻറ്റർ പോയിന്റിലും ഉള്ള ഡ്രസ് കളക്ഷൻസിൽ ഏറ്റവും നല്ല കളക്ഷൻസ് ഉള്ള ഏത് സ്റ്റോറിലാണ് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മാക്സിലേക്ക് കയറുന്നുണ്ട്. മാക്സിലേക്ക് ആദ്യം കയറുന്ന സൈഡിൽ തന്നെ ധാരാളം ടീഷർട്ട്സ് ആണുള്ളത്. കൂടുതൽ 5 സ്ലീവ് മോഡൽസ് ആണ്. ഇതൊക്കെ അത്യാവശ്യം തരക്കേടില്ലാത്ത മോഡൽസാണ്. മെറ്റീരിയൽ വൈസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല മെറ്റീരിയലാണ്. പ്രൈസ് വരുമ്പോൾ 39 ദിർഹംസ് ആണ് ഈ ഒരു ടീഷർട്ട്സിനൊക്കെ വരുന്നത്. പല വെറൈറ്റി മോഡൽസിൽ 5 സ്ലീവ്സ് ധാരാളമായിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇത് അത്യാവശ്യം തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് വിൻ്ററിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ടീഷർട്ട്സ് ഒക്കെ വളരെ നല്ലതാണ്. സോ ഈ കാറ്റഗറിയിൽ വരുന്നതെല്ലാം 39 ദിർഹംസ് ആണ്. ഇനി നിങ്ങൾക്ക് സ്പോർട്സ് വെയറിലാണെങ്കിൽ സ്പോർട്സ് വെയറിലും 5 സ്ലീവ്സ് വരുന്നുണ്ട്. സ്പോർട്സ് വെയറിൽ പ്രിൻ്റ് വരുന്ന 5 സ്ലീവ്സ് ധാരാളമുണ്ട്. സോ ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 39 ദിർഹംസ് ആണ് ഈ ഒരു കാറ്റഗറിയിലും വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ആട്ടെ ഇത്. അങ്ങനെ കണ്ടപ്പോഴാണ് ഈ ഒരു ബ്ലാക്ക് കണ്ടത്. കൂട്ടത്തിൽ ഈ ഒരു ബ്ലാക്ക് എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. അധികം പ്രിൻ്റോ കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ നല്ല ടെക്സ്റ്റിൻ്റെ വർക്കും ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് സ്ക്വിഡ് ഗെയിമിൻ്റെ പ്രിൻ്റ് വരുന്ന ടീഷർട്ട്സ് കാണാം. സോ ഇതിന് 35 ദിർഹംസ് ആണ്. നമ്മൾ നേരത്തെ കണ്ട ബ്ലാക്കിൻ്റെ വേറൊരു ഓഫ് വൈറ്റ് ഡിസൈനാണിത്. ഇതും ടെക്സ്റ്റ് വരുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു 5 സ്ലീവ്. ഇതും അത്യാവശ്യം കൊള്ളാമെന്നുള്ളൊരു മോഡലാണ്. സോ ഈ കാണുന്ന എല്ലാ മോഡൽസും നമുക്ക് ഈ താഴെ വരുന്ന ജീൻസിനോട് നമുക്ക് മാച്ച് ചെയ്യാൻ സാധിക്കും. ഉള്ളതിൽ എനിക്ക് ബെറ്ററായിട്ട് തോന്നുന്നത് ഈ ഒരു ജീൻസാണ്. വലുതായിട്ട് പ്രിൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, സിമ്പിളായിട്ട് തോന്നി. ഇനിയിപ്പോൾ പ്രൈസ് നോക്കുകയാണെങ്കിൽ 70 ദിർഹംസ് ആണ് ഈ ഒരു ജീൻസിന് വരുന്നത്. മെറ്റീരിയലൊക്കെ അത്യാവശ്യം നല്ല മെറ്റീരിയൽ തന്നെയാണ്. എന്നിരുന്നാലും പ്രൈസ് എനിക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നി. എന്നാലും മോഡൽ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മോഡൽ തന്നെയാണ്. ഡെയിലി വെയർ ആയിട്ട് നിങ്ങൾക്ക് ഏത് ടീഷർട്ടിനോടോ ഷർട്ടിനോടോ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു കോഡ് സെറ്റ് കിട്ടി. ഒരു വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓഫ് വൈറ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു കോഡ് സെറ്റിൻ്റെ മെറ്റീരിയൽ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, അതേപോലെ തന്നെ വെയിറ്റും ഉണ്ട്. എന്നിരുന്നാലും മോഡൽ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ഫീല് നമുക്ക് ഈ ഒരു കോഡ് സെറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു വൈറ്റ് സ്നീക്കറും പെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോർമൽ ഒക്കേഷൻസിനൊക്കെ ഈ ഒരു കോഡ് സെറ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് മാക്സിലെ കളക്ഷൻ. നമുക്കിനി നേരെ സെൻറ്റർ പോയിന്റിലേക്ക് പോകാം, അവിടുത്തെ കളക്ഷൻസ് ചെക്ക് ചെയ്തു. ഇവിടുന്ന് എൻട്രൻസിൽ നിന്ന് കയറുമ്പോൾ തന്നെ മാക്സിനെ അപേക്ഷിച്ച് ധാരാളം കളക്ഷൻസ് കാണുന്നുണ്ട്. അത് ടീഷർട്ട് മാത്രമല്ല, ഷർട്ട്സ്, ട്രൗസർ എല്ലാം തന്നെ പല വേരിയൻറ്റിൽ പല മോഡൽസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ മാക്സിനെ അപേക്ഷിച്ച് കൂടുതലാണ് സെൻറ്റർ പോയിന്റിൽ. എന്നാലും ചില ടൈമിൽ ഇവിടെ ഓഫറുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഷർട്ട്സിനൊക്കെ buy 2 129 ഓഫറുണ്ട്. ഈ ഷർട്ട്സ് എല്ലാം സ്പ്ലാഷ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. 2 എടുത്താൽ നിങ്ങൾക്ക് 129 കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഓഫേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഇതൊക്കെ ലിനൻ മെറ്റീരിയലിൽ വരുന്ന ബീച്ച് വെയേഴ്സാണ്. ഇതൊക്കെ 69 ദിർഹംസ് ആണ് വരുന്നത്.
അത്യാവശ്യം നല്ല കളറും നല്ല ഡിസൈനുമാണ് ഈ ഒരു മോഡലിൽ വരുന്നത്. ഈ ഒരു ഷർട്ട് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും നമുക്ക് നല്ലൊരു ട്രൗസറിൻ്റെ കൂടെ പെയർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഒരു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. സെയിം ഈ ബ്ലാക്കും അതിൻ്റെ ഒരു വേറൊരു കളർ വേരിയൻ്റ് ആണ്. ഇവിടെ നമ്മളൊരു കോഡ് സെറ്റ് കണ്ടു. ഇതൊരു ഗുച്ചി ബ്രാൻഡിൻ്റെ ഡിസൈനാണ്. അപ്പോൾ ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അതിൻ്റെ സെയിം ട്രൗസറുമാണ്. ഇതൊരു ഡാർക്ക് ഒലിവ് ഗ്രീൻ ആയിട്ടുള്ളൊരു കോഡ് സെറ്റാണ്. ഇതൊരു ഡിഫറെൻറ്റ് മോഡലാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു കോഡ് സെറ്റിൻ്റെ എടുത്ത് പറയേണ്ട ഒന്ന് ഇതിൻ്റെ കംഫർട്ട് തന്നെയാണ്. ഇതൊരു വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അധികം ഔട്ട്ഫിറ്റിൻ്റെ വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇടാൻ പറ്റിയ ഒരു ഔട്ട്ഫിറ്റാണ്. മറ്റേ കോഡ് സെറ്റ് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ കംഫർട്ട് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമുക്ക് നമ്മുടെ ബോഡിയിൽ ഇട്ടയ്ക്കുന്നതായിട്ട് നമുക്കൊരു ഫീല് ഇല്ല. അത്രയ്ക്ക് ലൈറ്റാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. എനിക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റേതിനെ വെച്ച് എനിക്ക് കുറച്ചുകൂടെ ഇത് ഇഷ്ടപ്പെടാൻ കാര്യം ഇതിൻ്റെ കളറാണ്. ഈ ഒരു ഡാർക്ക് ഒലിവ് ഗ്രീൻ കളറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ ട്രൗസറിന് 119 ഷർട്ടിന് 99 ആണ്. എനിക്കൊന്ന് ട്രൗസറിൻ്റെ പ്രൈസ് എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കോഡ് സെറ്റിന് രണ്ടിനും 89 ദിർഹംസ് വെച്ചാണ് വരുന്നത്. അപ്പോൾ ഇതാണ് മാക്സിലെ സെൻറ്റർ പോയിന്റിലെ കളക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി കമ്പാരിറ്റീവ്ലി തോന്നിയത് സെൻറ്റർ പോയിന്റിലാണ് കുറച്ചും കൂടെ കളക്ഷൻസ് മാക്സിനെ അപേക്ഷിച്ചെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ച് പ്രൈസ് കൂടിയാലും അത്യാവശ്യം നല്ല കളക്ഷൻസും നല്ല മെറ്റീരിയൽസും നിങ്ങൾക്ക് സെൻറ്റർ പോയിന്റിൽ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഔട്ട്ഫിറ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സീ ഗൈസ് ഓൺ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് മിഥുൻ സൈനിങ് ഓഫ്.